ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ മിനി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഈ വെള്ളിയാഴ്ച നമുക്ക് ദം ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ദം ബിരിയാണി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മസാലയെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് റൈസും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ദമ്മിടാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇക്കയാണ് ബിരിയാണി ഉണ്ടാക്കി തരുന്നത്. ഇക്കൻ്റെ ബിരിയാണി ഒരു രക്ഷയില്ല, അത്ര ടേസ്റ്റാണ്. നമ്മൾ എത്ര ഉണ്ടാക്കിയാലും നമുക്ക് നമ്മൾ വെക്കുന്നതിനേക്കാൾ രുചി വേറെ ആരെയും ഉണ്ടാക്കി തരുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് തോന്നില്ല അല്ലേ. എനിക്കങ്ങനെയാണ്. അങ്ങനെ ഇതാ ഇക്ക ദമ്മിടാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കുളിച്ച് പള്ളിയിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം മോനൊക്കെ എടുത്ത് ഇങ്ങനെ കളിപ്പിച്ചു. അങ്ങനെ ഇതാ പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ബിരിയാണിയിലേക്കുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോൾ തേങ്ങ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഉമ്മ വേഗം വന്ന് 2 തേങ്ങയൊക്കെ ഇട്ട് തന്നു. പിന്നെ ഞാനും ഇത്താത്തയും കൂടിയിട്ട് അത് പൊളിച്ച് പെട്ടെന്ന് ചമ്മന്തിയൊക്കെ റെഡിയാക്കാനുള്ള പരിപാടിയിലായി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ തേങ്ങ എപ്പോഴും ഇങ്ങനെ കടയിൽ നിന്ന് മേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിതുപോലെ തേങ്ങയൊന്നും പൊളിച്ച് ശീലമല്ല കേട്ടോ. ഇങ്ങനെ ഇല്ലാണ്ട് വരുമ്പോഴാണ് അപ്പോഴത്തെ ഇതിൽ ഓടിപ്പോയി പെട്ടെന്ന് നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് പൊളിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ഇത് ഒട്ടും പൊളിക്കാനൊന്നും അറിയുന്നില്ല. അപ്പോൾ കുറച്ചായി അങ്ങനെ പഠിച്ചൊക്കെ വന്നു കേട്ടോ. കുറച്ച് സ്പീഡ് കുറഞ്ഞാലും നമ്മളങ്ങനെ പൊട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുമ്പോൾ എനിക്ക് വെള്ളം തരുന്നതാണ് കേട്ടോ. അങ്ങനെ തേങ്ങ ചിരവി നല്ല പുതിന ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ താല്പര്യമല്ലേ. എനിക്ക് ബിരിയാണിക്ക് ചമ്മന്തി ഇല്ലെങ്കിലും സാലഡ് എന്തെങ്കിലും നിർബന്ധമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു നമ്മൾ നിസ്കരിക്കുകയാണ്. അപ്പോൾ മോനിക്ക് ഞാൻ അപ്പുറത്ത് ഒരു മുസല്ല വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അവനിങ്ങനെ കുറുമ്പ് കാട്ടിയപ്പോൾ അങ്ങനെ കുറച്ച് ദിക്കറൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു ദം പൊട്ടിച്ചു കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇക്കയും ഉപ്പയൊക്കെ വന്നു. അങ്ങനെ നമ്മൾ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്ന കേട്ടോ. നല്ല ബിരിയാണി എന്ന് പറഞ്ഞാൽ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. അൽഹംദുലില്ലാ നല്ല ഫുഡ് തന്നെയായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം മോൻ്റെ കൂടെ അങ്ങനെ പുറത്ത് പോയി കളിച്ചിരുന്നു. അവനക്ക് ഫുഡൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓരോ സുലൈമാനിയും കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സബ്സ്ക്രൈബ്